കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ 2 കൗൺസിലർമാർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. കരുവേലിപ്പടി ഡിവിഷനിലെ യുവ കൗൺസിലറും എറണാകുളം നോർത്ത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാണ് ബാസ്റ്റിൻ ബാബു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും യുവാക്കളെ ഒഴിവാക്കിയതും വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റിയതുമാണ് ബാസ്റ്റിന്റെ രാജിക്ക് കാരണം. മികച്ച പ്രവർത്തനങ്ങൾ ഈ ഒരു 5 വർഷക്കാലം കൊണ്ട് ഈ ഡിവിഷനിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ഡിവിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയപരമായിട്ട് ഇതൊരു ഇടതുപക്ഷ കോട്ടയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ജയിച്ചു വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ചെയ്ത ഞാൻ തൊട്ടടുത്ത ഡിവിഷനിലേക്ക് മത്സരിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും പ്രസ്ഥാനം പറയുമ്പോഴത്തേക്കും ഞാനത് മുന്നേ തന്നെ പറഞ്ഞു എനിക്കത് വേണ്ട, അവിടെ ഒരു യുവാവിന് അവസരം കൊടുക്കുക. കാരണം ആ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിന് അവസരം കൊടുക്കുക. 35 വയസ്സുള്ളൂ, ചെറുപ്പക്കാരനാണ്. പക്ഷേ ഇന്നലെ വന്ന അവസാനത്തെ ലിസ്റ്റിൽ പോലും യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും പാടെ ഒഴിവാക്കിക്കൊണ്ട് ഒരു വെറ്ററൻസ് ലിസ്റ്റാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ 50% വനിതാ സംവരണം ഉള്ള സ്ഥലത്ത് വീണ്ടും ഉള്ള ജനറൽ പോലും വനിതകളെ, അതായത് നേതാക്കന്മാർക്ക് വേണ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട്, കാരണം അവർക്ക് വേറൊരു ഡിവിഷനിൽ പോയി നിൽക്കാനായിട്ട് ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നുണ്ട്, അവർക്കൊക്കെ വേറൊരു ഡിവിഷനിൽ പോയി നിൽക്കാനുള്ള പേടി കൊണ്ട് ആ ഡിവിഷനിൽ തന്നെ ജനറലിൽ തന്നെ വാങ്ങി ഒരു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അവസരം നിഷേധിച്ചു. രാപ്പകലില്ലാതെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തു. പോലീസിന്റെ അടികൊള്ളാനും ജയിലിൽ കിടക്കാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വേണം. കരുവേലിപ്പടിയിൽ മത്സരിക്കാൻ അർഹരായ സ്ഥാനാർത്ഥികളുടെ പേര് നിർദ്ദേശിച്ചെങ്കിലും തന്റെ ആവശ്യം തടഞ്ഞുവെന്നും ബാസ്റ്റിൻ പറയുന്നു. ഇവിടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് തല്ലുകൊള്ളാനും സമരത്തിന് പോകാനായിട്ടും ഇതെല്ലാം ആരുള്ളത് യൂത്ത് കോൺഗ്രസും KSU. ഇവരെല്ലാം പോയി സമരത്തിനും ഇതിലെല്ലാം പോയി നിൽക്കുകയും ചെയ്യും. ആ കേസ് കാര്യങ്ങളൊക്കെ സ്വന്തം കയ്യിലൊക്കെ അയച്ചിട്ട് കോടതിയിൽ പോയി തൂങ്ങി നിന്ന് ഇതൊക്കെ എല്ലാം ചെയ്യുന്നത്. അത് അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇതിൽ അവസരം നിഷേധിക്കപ്പെട്ട പിന്നെ അവർക്ക് എന്തിലാണ് അവസരം കിട്ടുന്നത്? അതിൽ തന്നെ നിഷേധിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് എവിടെയാണ് അവസരം? പിന്നെ എന്തിനാണ് അവർ ഈ പ്രസ്ഥാനത്തിൽ തുടരുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധം തന്നെയാണത്. പിന്നെ ഇതെന്നോട് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന് അവസരം കൊടുക്കും, എന്നോട് മത്സരിക്കണം. DCC പ്രസിഡന്റ് എന്നോട് പറഞ്ഞു ബാസ്റ്റിനവിടെ മത്സരിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം അവസരം ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുക, ബാസ്റ്റിനവിടെ മത്സരിക്കണം, ആ ഡിവിഷൻ തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലത്ത് ഇന്നലെ ലിസ്റ്റ് വരുമ്പോൾ യൂത്ത് കോൺഗ്രസും ഇല്ല, എന്നോട് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ പേരുമില്ല, ഒരു പേരുമില്ലാത്തൊരവസ്ഥ. ഡൊമിനിക് പ്രസന്റേഷനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ബാസ്റ്റിൻ ഉന്നയിച്ചത്. അപ്പോൾ ഡൊമിനിക് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ എറണാകുളത്തെ ശാപം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എറണാകുളത്തെ ക്യാൻസർ എന്ന് തന്നെ പറയാം. ഡൊമിനിക് പ്രസന്റേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധ ബുദ്ധി. ഇന്നലെ വരെ കോൺഗ്രസിന് നല്ല ട്രെൻഡ് നിൽക്കണമായിരുന്നു. ഈ ഒരു ഇലക്ഷനിൽ കോൺഗ്രസ് തൂത്തുവാരും. പക്ഷേ ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോഴത്തേക്കും കോൺഗ്രസ് നേരെ താഴേക്ക് നിലംപതിച്ചേക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തി താല്പര്യം, വ്യക്തിവൈരാഗ്യമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളെല്ലാം അദ്ദേഹം ചേർത്ത് പിടിച്ച്, ഓക്കെ, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് അതേ കാര്യം. ഒരു പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളൊക്കെയാണ് ഇപ്പോൾ ഓരോ സ്ഥലത്ത് വനിതാ സ്ഥാനാർത്ഥികളെ നിർത്താൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് അദ്ദേഹത്തിന്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഒരു പരിചയമില്ലാത്ത കുറേ എണ്ണത്തിങ്ങളെ കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടേക്കിട്ടൊക്കെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഭയങ്കര ബലം കൊടുത്ത് ഓർന്നോളാം. നോർമലായിട്ട് ഓരോരുത്തരും നമ്മൾ വിളിച്ച് ചോദിക്കുന്നത്, പുറത്ത് വെച്ച് കാണുമ്പോൾ ചോദിക്കാം, നിങ്ങൾക്ക് ഇവരൊക്കെ തന്നെ ഉള്ള അങ്ങനെയൊക്കെ ഒരു ചോദ്യം ഉണ്ടല്ലോ, വേറെ ആരും ഇല്ല നിങ്ങൾക്ക്? അതിങ്ങനെയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ 100% ജനങ്ങളിൽ നിന്ന് തിരിച്ചടി കിട്ടും. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാദേശികമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, അവർക്ക് എപ്പോഴും ചെന്ന് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്ന, ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യുന്ന ആളുകളൊക്കെയാണ്. അല്ലെങ്കിൽ പ്രഷറിൻ്റെ മരുന്നും കഴിച്ച് ഷുഗറിൻ്റെ മരുന്നും കഴിച്ച് കിടക്കുന്ന ആൾക്കാരെയൊക്കെ, കൊളസ്ട്രോളും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നിരിക്കുന്നത്. മര്യാദക്കൊന്നും നടക്കാൻ പോലും പറ്റാത്ത ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവസ്ഥ പരിതാപകരമാണ്. അവർക്കൊക്കെ ഒന്നും വോട്ട് ജനങ്ങൾ ചെയ്യില്ല. ദേവൻകുളങ്ങര ഡിവിഷനിലെ ജനപ്രതിനിധിയാണ്
കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി ജയിച്ച ശാന്ത വിജയൻ. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ശാന്തയെ രാജിയിലേക്ക് നയിച്ചത്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ നിലവിലെ കൗൺസിലറായ ശാന്തയ്ക്ക് ഇടം നേടാനാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ പാർട്ടി തഴഞ്ഞു. പിന്നീട് രാജിവെച്ചു, BJPയിൽ ചേർന്നു. ഗിരിനഗർ ഡിവിഷനിൽ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സിറ്റിംഗ് കൗൺസിലറായ മാലിനി കുറുപ്പും ബ്ലോക്ക് പ്രതിനിധികളും രാജിവെച്ചത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് മുതൽ തന്നെ പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായിരുന്നു. നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാമെന്ന് UDF ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഇത് പാർട്ടിക്ക് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.